യൂറോപ്യൻ യൂണിയനുമായും യുഎസുമായും ഇന്ത്യ ധാരണയിലെത്തിയ വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ അണിയറയിലൊരുങ്ങുന്നത് മറ്റൊരു വമ്പൻ ഡീലാണ്. ഇന്ത്യ യുഎസ് കരാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാക്പോര് ശക്തമായി കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദം ആളുകയുമാണ്. ഡീൽ വഴി ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയോ അതോ ഇന്ത്യക്കാണോ നേട്ടം? വാഗ്വാദം തുടരുന്നതിനിടെയാണ് മറ്റൊരു വമ്പൻ ഡീൽ കൂടി വരുന്നത്. വ്യാപാര ബന്ധത്തിനപ്പുറം ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ പല മേഖലകളിലും നേട്ടമുണ്ടാകുന്നതാണ് ഈ ഒരു ഡീൽ. ലോകത്ത് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപിക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലെയുമായാണ് ഇന്ത്യ അവസാനവട്ട ചർച്ചകൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചിലെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയിരുന്നു. കരാർ യാഥാർത്ഥ്യമായാൽ ഉൽപാദനം, പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകൾക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ദക്ഷിണ അമേരിക്കയിൽ പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ചിലെ. ഇലക്ട്രോണിക്സ്, ഓട്ടോ, സോളാർ വ്യവസായങ്ങൾക്ക് വേണ്ട ലിഥിയം, കോപ്പർ, കൊബാൾട്ട് പോലുള്ള അപൂർവ മൂലകങ്ങളുടെ സാന്നിധ്യമാണ് ചിലെയുടെ പ്രത്യേകത. ഇവയുടെ മുടക്കമില്ലാത്ത ലഭ്യത വ്യവസായങ്ങളുടെ നിലനിൽപ്പിനും രാജ്യസുരക്ഷയ്ക്കും അത്യാവശ്യമാണ്. അടുത്തിടെ ചൈന അപൂർവ മൂലകങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയത്. എന്നാൽ ചിലെയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചർച്ചകൾക്ക് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. 2005-ലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങുന്നത്. 2006-ൽ ഇന്ത്യയും ചിലെയും തമ്മിൽ പ്രിഫറൻഷ്യൽ വ്യാപാര കരാറിലെത്തി. ഇതനുസരിച്ച് ചിലെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം തീരുവയിൽ ഇളവ് ലഭിച്ചു. എന്നാൽ സ്വതന്ത്ര വ്യാപാര കരാറിലെത്താൻ സാധിച്ചില്ല. നിലവിലെ വ്യാപാര ബന്ധം വിപുലീകരിച്ച് കൂടുതൽ മേഖലകളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ സേവനം, നിക്ഷേപം, MSME എന്നീ മേഖലയിലെ സഹകരണവും ഇരു രാജ്യങ്ങളും തേടുന്നുണ്ട്. ചിലെയുടെ ഉടൻ വ്യാപാര കരാറിൽ ഒപ്പിടുമെന്ന് അടുത്തിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും വ്യക്തമാക്കിയിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ചിലെയും തമ്മിൽ $3.76 ബില്യൺ വ്യാപാരം നടന്നെന്നാണ് റിപ്പോർട്ട്. ഇതിൽ $1.15 ബില്യൺ തുല്യമായ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയുടെ കയറ്റുമതി. $2.60 ബില്യൺ ഇറക്കുമതി. വാഹനങ്ങൾ, മരുന്നുകൾ, കെമിക്കലുകൾ, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, റബ്ബർ, പാദരക്ഷകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. തിരിച്ച് കോപ്പർ, അയഡിൻ, വാൾനട്ട്, കിവി, ആപ്പിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ചിലെയിൽ നിന്ന് ഇന്ത്യയിലും എത്തും. അതേസമയം ഇന്ത്യ ചിലെ വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ കമ്പനികൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. അപൂർവ മൂലകങ്ങളിൽ കൂടുതൽ ഗവേഷണത്തിന് ചിലെയിൽ പുതിയ കമ്പനി തുടങ്ങാൻ അടുത്തിടെ പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. കോൾ ഇന്ത്യക്ക് പൂർണ്ണ നിക്ഷേപമുള്ള കമ്പനിയായിരിക്കും ഇത്. അദാനി ഗ്രൂപ്പ് അടക്കമുള്ള സ്വകാര്യ കമ്പനികളും ചിലെയിൽ സാധ്യതകൾ തേടുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.